വെച്ചിട്ട് ഒരു ആംപ്ലിഫയർ പണിയാനായിട്ട്, അത് ജസ്റ്റ് ചുമ്മാ ഒന്ന് അസംബിൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആമസോണിൽ നിന്നൊരു ടോൺ ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഓങ്കിയുടെ HTR960 എന്ന് പറയുന്ന ഒരു 7.1 AVR ആണ് ഇത്. അത് നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള ചേട്ടൻ മനുചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ്. ആക്ച്വലി പുള്ളി വീട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു AVR ആണ്, 7.1 AVR ആണ്. അപ്പോൾ അത് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു സ്ക്രാപ്പ് കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ക്രൈസൊക്കെ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി എനിക്ക് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പം ഈ ഒരു AVR-ഉം അതേപോലെ എൻ്റെ സ്പീക്കേഴ്സ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മൂലയ്ക്കോട്ട് കൊണ്ടുവച്ച് അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ ആയി അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് ലാഗായി. മാത്രമല്ല അതിൻ്റെ സൈഡ് ചാനലും സെൻട്രൽ സ്പീക്കറും എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയി പോയതുകൊണ്ട് നമ്മൾ പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 3 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇതിൻ്റെ സബ്വൂഫർ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. പിന്നീട് നമുക്കിതിൻ്റെ സ്പീക്കേഴ്സ്, അവസാനം നമുക്ക് ഈ ഒരു AVR നോക്കാം. THX സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു AVR ആണിത്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പവേർഡ് സബ്വൂഫർ എന്ന് പറയുന്നത്. ഓങ്കിയുടെ SKW960 എന്ന് പറയുന്ന മോഡൽ നെയിമോട് കൂടിയ പവേർഡ് സബ്വൂഫർ എന്ന് പറയുന്നത് TXS സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഇത് പോർട്ടഡ് ആയിട്ടുള്ളൊരു സബ്വൂഫർ അല്ല, കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടുള്ളൊരു സബ്വൂഫറാണ്. ഇപ്പോൾ എയർവെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ചിപ്പ്വുഡ് ആണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഞാൻ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിൽ കറക്റ്റായിട്ടുള്ള മെഷറിംഗ് ടൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 17 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്, 15 ഇഞ്ചോളം ഡെപ്തും 15 ഇഞ്ചിൽ പുറത്ത് വീതിയും ഇതിൽ വരുന്നുണ്ട്. എക്സാക്റ്റ് വാല്യൂ അല്ലെങ്കിലും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് നോക്കാം. സ്ക്രാപ്പായിട്ട് കളയാൻ വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ AC കോഡ് അവർ മുറിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്കത് ഒരു ചെറിയൊരു AC കോഡ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്ത് ഇൻസുലേറ്റൊക്കെ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ഡാമേജൊക്കെ ഉള്ള ഒരു സബ്വൂഫർ ബോക്സാണ്. പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നില്ല, കാരണം നമുക്കിവിടെ അങ്ങനെ സബ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഷെയർഡായിട്ടുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഒരു റൂം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ബേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റ് റൂമുകളിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വുഡൻ ആയതുകൊണ്ട് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് മുകളിലെ റൂമിലേക്കൊക്കെ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യാൻ വകുപ്പ് വളരെ കുറവാണ്. പക്ഷേ ഇതിനകത്ത് ട്രാൻസ്ഫോമർ നമുക്ക് എടുക്കാൻ ഒരു ചെറിയ താല്പര്യമുണ്ട്. കാരണം നമുക്കിവിടെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറൊക്കെ ഇവിടെ വാങ്ങാനായിട്ട് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നി. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളപ്പോൾ വെറുതെ പൈസ കൊടുത്തൊരെണ്ണം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് നോക്കാം. AC കണക്ട് ചെയ്തു, ഓഡിയോ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കേബിൾ ത്രൂ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡൂക്ക് ഓഡിയോയിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ലൈൻ ഔട്ട് ഉണ്ട്, അതിൽ കണക്ട് ചെയ്തേക്കാണ്. സബ് ഫിൽറ്ററോ കാര്യങ്ങളൊന്നുമില്ല, അപ്പം ഡയറക്റ്റ് ഓഡിയോ തന്നെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തന്നെ മനസ്സിലായി കാണും, നമുക്ക് വോക്കലും എല്ലാം ആയിട്ട് തന്നെയാണ് ഈ ഒരു സബ്വൂഫറിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു AVR-ൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത്, സബ് പ്രീ ഔട്ട്പുട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോ പാസ് ഫിൽറ്റർ ചെയ്ത് വരുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സബ് ഔട്ട്പുട്ട് തന്നെയാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ബേസ് ലോ ഫ്രീക്വൻസി മാത്രമേ ഇതിലേക്ക് പോവുള്ളൂ. ഇവിടെ ഒരു LED ഉണ്ട് ആക്ച്വലി, ഈ ഒരു ഡിവൈസ് ഓൺ ആയി എന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ സബ്വൂഫർ ആംപ്ലിഫയർ അല്ലെങ്കിൽ സബ് പ്രീ സെക്ഷൻ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് സബ് മാത്രമായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു AVR വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കണക്ട് ചെയ്ത് നോക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നെറ്റ് ഇളക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ ഒരു ഇളക്കാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് ഇളക്കാൻ നോക്കി, സംഗതി നല്ല ഡാമേജ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു വെൽക്രോ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഒരു നെറ്റ് ഇതിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പിടിച്ചപ്പോഴേ വെൽക്രോയ്ക്ക് പകരം ആ ഫ്രെയിമാണ് ഒടിഞ്ഞു വന്നത്. ഓക്കെ, ഈ ഒരു പൂപ്പലിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ല നനഞ്ഞിട്ടുണ്ട്. എവിടെയോ നല്ല നനഞ്ഞിരുന്നു. പക്ഷേ അതിന് വൂഫറിന് ഡാമേജ് ഒന്നും കാണുന്നില്ല. 12 ഇഞ്ച് സബ്വൂഫറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ എന്ന് പറയുന്നത്. അടിപൊളി 12 ഇഞ്ച്. വയറ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം.
ഓങ്കിയോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സബ് വൂഫറാണ്. 5.5 ഇഞ്ചോളം ഡയമീറ്ററുള്ള ഒരു മാഗ്നറ്റാണ്. തിക്നെസ് 1 ഇഞ്ച് കൃത്യമായിട്ടുണ്ട്. ഇൻറ്റീരിയർ സൈഡ് നമുക്ക് കാണാൻ പറ്റും ബോർഡ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ട്രാൻസ്ഫോമർ അവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോമറിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മോഡൽ നെയിം എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഏതാണെന്ന് അറിയില്ല. NPT 1539D എന്ന് കൊടുത്തിട്ടുണ്ട്. ഓങ്കിയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് മോഡൽ നമ്പർ എന്ന് ഉള്ളത് അറിയത്തില്ല. ഈ ഒരു ഭാഗത്തും കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര ആംബിയർ ആണെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ടിപ്പിക്കൽ ലാമിനേറ്റഡ് EA കോർ ട്രാൻസ്ഫോമറാണ് ഈ ഒരു പവേർഡ് സബ് വൂഫറിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എത്ര ആംബിയർ ആണെന്നുള്ളത് കൃത്യമായിട്ടെങ്ങും കൊടുത്തിട്ട് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 6-8 ആംബിയർ ആകാൻ ചാൻസ് ഉണ്ട്. അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. ഇൻബിൾഡ് ആയിട്ടൊരു PCB ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 5 ആംബിയറിൻ്റെ ഒരു ഫ്യൂസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് AC ഔട്ട്പുട്ട് കാണാൻ കഴിയും. ഒരു സെൻട്രൽ ടാപ്പിങ്ങോട് കൂടി വരുന്ന ഒരു ഔട്ട്പുട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. AC 0 AC എന്നുള്ള രീതിയിൽ. ഇവിടെയാണ് ഇതിൻ്റെ പവർ ഇൻപുട്ട്, AC ഇൻപുട്ട് നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈമറിയിൽ നോക്കുകയാണെങ്കിൽ 4 ലെഗ് കാണാൻ കഴിയും. ഈ ഒരു ലെഗും ഈ ഒരു ലെഗുമാണ് ഇത് ഇൻപുട്ട് വരുന്നത്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ജമ്പർ ഇട്ട് ഈ ഒരു വഴി ഫ്യൂസ് വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 5 ആംബിയർ ഫ്യൂസ് വഴിയാണ് പ്രൈമറിയിലേക്ക് അവർ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം 5 ലെഗ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സെൻട്രൽ ടാപ്പിങ്ങും അതേപോലെ തന്നെ ഈ 2 ലെഗിൽ നിന്നാണ് ഇതിൻ്റെ നമുക്ക് സബ് വൂഫർ ബോർഡിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ആംപ്ലിഫയർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഭാഗത്താണ് AC വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേബിൾ ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെക്കും. ഇത് ഡാമേജ് ആക്കാതെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിവിടെ മൾട്ടിമീറ്റർ വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതിന് എത്ര വോൾട്ടേജ്, നമ്മുടെ മെയിൻ സബ് വൂഫർ ബോർഡിലേക്ക് എത്ര വോൾട്ടേജ് പോകുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബും ഇളകിപ്പോയി. അപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ്. 42. അപ്പോൾ ഏകദേശം 42.042 ഈ ഒരു ടാപ്പിങ്ങിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സബ് വൂഫറിലേക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഓങ്കിയോ ബ്രാൻഡിങ് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇതിൻ്റെ സീരിയൽ നമ്പർ ആകാനാണ് ചാൻസ്. എത്ര വാട്ട്സ് ആണെന്നോ എത്ര ഓംസ് ആണെന്നോ ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് ഇതിൻ്റെ ഇമ്പിഡൻസ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കുകയാണെങ്കിൽ ഒരു 4.5, അതായത് ഏകദേശം 4 ഓംസ് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊരു 4 ഓംസ് സബ് വൂഫറാണ്. ഏകദേശം 100 വാട്ട്സ് പുറത്ത് എന്തായാലും ഇതിനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഹെവിയാണ്. അപ്പം വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സബ് വൂഫർ തന്നെയാണ്. ഇതിൻ്റെ സ്പൈഡറൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു സ്പൈഡറും അതുപോലെ തന്നെ നല്ല കോൺ മെറ്റീരിയൽ, നല്ല കട്ടിയുള്ളൊരു പേപ്പർ, പോളികാർബണേറ്റ് അല്ല പേപ്പർ തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബീഡിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയിലുള്ളൊരു സബ് വൂഫറാണ്. ഫ്രെയിമൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു ബ്രാൻഡഡ് ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ പ്ലസും മൈനസും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോബിലായിട്ട്. എല്ലാം നല്ല ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സബ് വൂഫറിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് 140 വാട്ട്സ്. ഈ ഓവറോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ വാട്ടേജ് ഉപയോഗിക്കുന്ന പവറാണോ അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം കൃത്യമായിട്ടുള്ളൊരു RMS വാട്ട്സ് എങ്ങും കൊടുത്തിട്ടില്ല. 260, 296 വാട്ട്സ് PMP എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സാക്ട് വാട്ട്സ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു 4 ഓംസ് ലോഡ് ആയതുകൊണ്ടും 42.042 ഒരു 8 ആംപിയർ ഞാൻ കണക്കാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ട്രാൻസിസ്റ്ററും വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടും വെച്ച് നോക്കുമ്പോൾ ഏകദേശം 150 വാട്ട്സോളമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ വരാൻ സാധ്യതയുള്ളത്. കറക്റ്റ് കണക്കൂട്ടിലല്ല, ഒരു വേഗ ഐഡിയ വെച്ചിട്ട് കണക്കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്, ഒരു വാല്യൂ ആണിത്. ഒരു 150 വാട്ട്സ്, 140 വാട്ട്സോളം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തോട്ട് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ വാട്ടേജ് ആകാനാണ് ചാൻസ്. അത്രയാണ് ഈ ഒരു സബ് വൂഫർ അല്ലെങ്കിൽ ഈ ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡിലേക്ക് വരാം. ഒരു മെറ്റൽ ഫ്രെയിമിനകത്താണ് ഈ ഒരു ബോർഡ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും ഓങ്കിയുടെ ബ്രാൻഡിങ് മുതൽ ഇതാണ് മോഡൽ നമ്പർ. ഈ ഒരു മോഡൽ നമ്പർ വെച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ സർവീസ് മാനുവലൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇത് THX സർട്ടിഫൈഡ് ആണ്. അപ്പോൾ THX സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി THX ഒരു സർട്ടിഫിക്കേഷൻ കമ്പനിയാണ്. അപ്പോൾ അവർ സർട്ടിഫൈ ചെയ്യും. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി മോട്ടോറോളയുടെ ഒരു ഇയർബഡ് ഇറങ്ങിയ സമയത്തും സൗണ്ട് ബൈ ബോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബോസ് എന്ന് പറയുന്ന കമ്പനി ആയിരിക്കും ആ ഒരു ഡിവൈസിനെ ട്യൂൺ ചെയ്യുന്നത്. അതായത് ഹാർഡ്വെയർ ഇവർ ക്രിയേറ്റ് ചെയ്യും. ഓങ്കിയോ ആംപ്ലിഫയറും കാര്യങ്ങളെല്ലാം ഡിവൈസ് എല്ലാം മാനുഫാക്ചർ ചെയ്യും. അതിനെ ട്യൂൺ ചെയ്തെടുക്കുന്നത് ഈ THX എന്ന് പറയുന്ന കമ്പനി ആയിരിക്കും. അവരായിരിക്കും സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സബ് വൂഫറും ഈ ഒരു പവേർഡ് സബ് വൂഫർ ഒരു സെക്ഷനും
THX സർട്ടിഫൈഡ് ആണ്. അപ്പം നമ്മുടെ ഈ AVRും THX സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ THX മോഡിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു നോബ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലെവൽ നോബ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അവരെങ്ങനെയാണോ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം മോങ്കിയുടെ മിക്ക ഡിവൈസിലും നമുക്ക് ഈ ഒരു THX സർട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ ചെയ്ത് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രീസെറ്റുകൾ, അല്ലെങ്കിൽ അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്രീസെറ്റുകളിൽ വർക്ക് ചെയ്യുമ്പം അന്യായ ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും അവർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കേൾക്കുമ്പോൾ ആ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ലൈൻ ഔട്ട്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു അലുമിനിയം ഹീറ്റ് സിങ്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ആ ഒരു എയർ ടൈറ്റ് എയർ സീലിംഗ് അവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു പോളി വിനൈൽ അസറ്റേറ്റ് ബേസ്ഡ് ഗ്ലൂ ആണ്. അപ്പോൾ അത് നല്ല കട്ടിയാണ്, ഹാർഡാണ്, അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ നല്ല ഹാർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊന്നും അങ്ങനെ എയർ ലീക്കേജോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഈ നോബും അതുപോലെ തന്നെ ഈ ഒരു ഓഡിയോ ഇൻപുട്ടൊക്കെ വരുന്ന ഭാഗത്ത് നിന്ന് എയർ ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സബ്വൂഫറിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. പക്ഷേ അവർ ആ ഒരു ഗ്ലൂ ഒക്കെ ഒഴിച്ച് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പവർ ട്രാൻസിസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ടോഷിബയുടെ 2SC5359 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററും, അത് ഈ ഒരു ഭാഗത്തുള്ള ട്രാൻസിസ്റ്റർ ആക്ച്വലി കാണാൻ പറ്റുന്നില്ല. വെട്ടടിച്ച് നോക്കിയിട്ട് ഇത് കറക്റ്റ് കാണാൻ കഴിയുന്നതായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ സർവീസ് മാനുവൽ എടുത്ത് നോക്കി. സർവീസ് മാനുവൽ നോക്കിയ സമയത്ത് Q516 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇത് 515 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ 516 എന്ന് പറഞ്ഞാൽ 2SA1987 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ടോഷിബയുടെ 2SC5359 അതുപോലെ തന്നെ ടോഷിബയുടെ 2SA1987 ആണ് ഇതിൽ ഉപയോഗിച്ചായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന കപ്പാസിറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 71 വോൾട്ട് 5600 MUF-ൻ്റെ 2 കപ്പാസിറ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഭാഗത്തായിട്ട് നമുക്കൊരു ഡയോഡും കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഈ ഒരു ഭാഗത്ത് ഇത് AC ലൈൻ ഇൻപുട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പവർ ഇൻപുട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഡ്രൈവർ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെസ്റ്റ് പോയിന്റ് ഉണ്ട്. അപ്പം ഈ ഒരു P531 എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് പോയിന്റ് ഷോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ട്രിമ്മിങ് റെസിസ്റ്റൻസ്, ഇത് ആക്ച്വലി ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്, PR545 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സർവീസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഐഡ്ലിംഗ് കറണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഒരു ജംഗ്ഷൻ ഷോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ P631 എന്ന് പറയുന്ന ഈ ഒരു ലെഗിൽ വോൾട്ടേജ് നമുക്ക് റീഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഐഡ്ലിംഗ് കറണ്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ടൊക്കെ വരുന്ന സമയത്ത് സർവീസ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ആ ഒരു ഭാഗത്ത് അവർ കണക്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് P632A എന്ന് പറയുന്ന ഒരു കണക്ടർ വന്നിട്ടുണ്ട്. ആക്ച്വലി അത് LED ബൾബിന് വേണ്ടിയിട്ടുള്ള ആണ്. അപ്പോൾ എന്തായാലും നമ്മളിത് തിരിച്ച് സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കിവിടെ സബ്വൂഫർ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെന്തായാലും ഇത് വെച്ചിട്ടൊരു ആംപ്ലിഫയർ പണിയാനായിട്ട്, അതായത് ജസ്റ്റ് ചുമ്മാ ഒന്ന് അസംബിൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആമസോണിൽ നിന്ന് ഒരു ടോൺ ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമുക്ക് അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ആംപ്ലിഫയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഈ സബ്വൂഫർ ഇത് വോക്കലും വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഇൻബിൾട്ടായിട്ട് സബ് ഫിൽറ്ററൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും സബ്വൂഫർ മാറ്റി നമ്മുടെ ടവർ ബോക്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ നേരത്തെ കണക്ട് ചെയ്തതുപോലെ തന്നെ AC കോഡ് വെച്ച് ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്തു, ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LED കാണാൻ പറ്റും, സെറ്റ് ഓൺ ആണ്. അതുപോലെ തന്നെ ഓഡിയോ എടുത്തേക്കും നമ്മുടെ ഡൂക്കോഡിയുടെ ഓഡിയോ ഔട്ട്പുട്ടിൽ നിന്നാണ് ഓഡിയോ എടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് നമ്മൾ കണക്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വോക്കലും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊരു ഫ്ലാറ്റ് റെസ്പോൺസ്, അതായത് ഇതിൽ നിന്ന് വരുന്ന ഓഡിയോ നേരെ ഇതിൻ്റെ പ്രീ സെഷനിൽ നിന്നുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നേരെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തുള്ള ടോൺ ബോർഡ് പോലും ഇതിൽ വരുന്നില്ല. ഡയറക്റ്റ് ഇതിൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ട് അതേപോലെ തന്നെ നേരെ ഒരു ടോൺ സെക്ഷനൊന്നും ഇല്ലാതെ, പ്രീ സെക്ഷനൊന്നും ഇല്ലാതെ നേരെ ഈ ബോർഡിലേക്ക്, ഈ മോണോ ബോർഡിലേക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ എന്തായാലും വോക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് സബ് ഫിൽറ്റർ സെക്ഷനൊന്നും വരുന്നില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബോർഡ് അഴിച്ച് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റേജ് വരുന്നുണ്ടെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഓഡിയോ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ടോൺ ബോർഡും ഒക്കെ ആഡ് ചെയ്ത് ഈ ഒരു ആംപ്ലിഫയർ, ചുമ്മാ ഒരു മോണോ ആംപ്ലിഫയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സബ്വൂഫറിനെ പറ്റി, ഈ ഒരു പവേർഡ് സബ്വൂഫറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.